കാരണം ഒരു സർക്കാർ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? സർക്കാർ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വോട്ടർമാർ അത്ര ഭാഗ്യാന്വേഷികളല്ല എന്നതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഒരു സർക്കാർ 99ലേക്ക് കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യമോ ശുക്രനോ രാശിയോ ഉദിച്ചതുകൊണ്ടല്ല. കോവിഡ് പോലെ ഒരു വലിയ ക്രൈസിസാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച്. ഇറ്റ്സ് നോട്ട് എ ബൂൺ അറ്റ് ഓൾ. അതൊരു തരത്തിലുള്ള ഭാഗ്യവുമല്ല. അതൊരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വെല്ലുവിളിയെ മറികടക്കാൻ നിങ്ങൾ എങ്ങനെയാണ് ലീഡർഷിപ്പ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ സംസ്ഥാനത്തെ പ്ലാനിംഗ് മെഷീനറി ഉപയോഗിച്ചത്, അവിടെയാണ് ആ സർക്കാരിൻ്റെ പെർഫോമൻസ് കിടക്കുന്നത്. അതുകൊണ്ട് ആ സർക്കാർ ഇറങ്ങി പ്രവർത്തിച്ചു, അഹോരാത്രം പ്രവർത്തിച്ചു, ഉണർന്നിരുന്നു പ്രവർത്തിച്ചു എന്നതാണ് ആ സർക്കാരിന് കൂടുതൽ വോട്ട് കൊടുക്കാൻ ജനങ്ങളെ പ്രാപ്തമാക്കിയത്. കിറ്റ് കൊടുത്തത് കൊണ്ട് വോട്ട് കൊടുത്തു എന്ന ലളിതയുക്തി ഇനി നിൽക്കില്ല. കാരണം ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം പോലും അവസാനിപ്പിച്ചു. മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയിൽ നിന്ന് മാറ്റി. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ EDയുടെ സോഴ്സ് എങ്ങനെ കിട്ടി എന്നതടക്കം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു കോൺക്രീറ്റ് എവിഡൻസും ഇല്ല ഇതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ പിന്തുണ സ്വർണ്ണക്കടത്തിനുണ്ടോ ഇരുന്നോ എന്ന്. ഈ വിഷയത്തിൽ നമ്മൾ പലതവണ ചോദിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ചോദ്യം എവിടെ നിന്ന് അയച്ചു, എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ കഴിഞ്ഞ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്നതാണ്.